എം പി രാജേഷ്, താങ്കൾ എസ് എഫ് ഐയുടെ നേതാവ് എന്ന നിലയിലും ഡിവൈഎഫ്ഐയുടെ നേതാവ് എന്ന നിലയിലും എം പി എന്ന നിലയിലും ദില്ലിയിൽ ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കാനായി എത്തുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അത് സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന കാരണമാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനത് ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിലയില്ലാ കയത്തിലേക്ക് വരുമ്പോൾ മാത്രം ധൂർത്തിനെയും കെടുകാര്യസ്ഥിതിയെയും മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. എന്താണ് അതിനോടുള്ള മറുപടി? ഞാനിപ്പോൾ ഈ ലൈവിൽ കയറിയ അവസാന ഏതാനും നിമിഷങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. കുറച്ചാണ് കേട്ടത്, ഏതാനും വാചകങ്ങൾ കേട്ടു. അപ്പം ഞാനിത് ഏതോ BJP നേതാവാണ് കേരള സർക്കാരിനെ ഇത്ര കഠിനമായിട്ട് വിമർശിക്കുന്നതും കേന്ദ്രത്തെ ന്യായീകരിക്കുന്നതും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അരുൺ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അത് പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് മനസ്സിലായത്. അത്ര അവിശ്വസനീയമായിട്ടുള്ള സാദൃശ്യമാണ് BJPയുടെ സ്വരവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും സ്വരവും തമ്മിലുള്ളത്. ഞങ്ങളുടെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നാൽ നമ്മുടെ സ്വരമായി ഇന്നൊരു പഴയ വിഖ്യാതമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതുപോലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരവും കേന്ദ്രത്തിലെ BJP നേതാവിൻ്റെ സ്വരവും ഒത്തുചേർന്നാൽ മോദി സർക്കാരിൻ്റെ സ്വരമായി എന്നതാണ് സ്ഥിതി. അദ്ദേഹം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഈ 57,400 കോടി പെരുപ്പിച്ച കണക്കാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് പോയി സമരം ചെയ്യുന്നു, ഇവരെവിടെയായിരുന്നു ഇത്ര കാലം എന്നൊക്കെ. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി 8 ഫെബ്രുവരി 7 കർണാടക സമരം ചെയ്തത്. ഒരു ദിവസത്തെ പോലും ഇല്ല, ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. കർണാടകയുടെ സമരത്തെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടില്ലല്ലോ. കർണാടകയുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധരാമയ്യയും DK ശിവകുമാറും പറഞ്ഞത്, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞത്, ഈ അസമത്വം, കേന്ദ്ര വിവേചനത്തിനെതിരെ ആര് സമരം ചെയ്താലും, കേരളം ഉൾപ്പെടെ ആര് സമരം ചെയ്താലും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ്. അപ്പോൾ കേരളത്തിന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഉപമുഖ്യമന്ത്രിയുടെ ഒക്കെ പിന്തുണയുണ്ട് കേരളത്തിൻ്റെ സമരത്തിന്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം പിന്തുണയില്ല. കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് ആ സമരത്തിന് അവിടുത്തെ പ്രതിപക്ഷത്തെ വിളിച്ചു, അവർക്ക് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ട് വന്നില്ല എന്നതാണ്. അത് അതേപോലെ കേരളത്തിലെ ശ്രീ VD സതീശനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ബാധകമാണ്. സിദ്ധരാമയ്യ പറഞ്ഞ അതേ ആത്മാർത്ഥതയില്ലായ്മയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഡൽഹി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് കേട്ടു, ഒരു കൊല്ലമായിട്ട് ഇവരിത്രയും കാലമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ ബോധപൂർവം കള്ളം പറയുകയാണോ എന്നെനിക്കറിഞ്ഞൂടാ. ഈ നിയമസഭയിൽ ധനകാര്യമന്ത്രി ചട്ടം 300 അനുസരിച്ച്, അന്ന് ഞാൻ സ്പീക്കറാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷം മുമ്പ് എന്നർത്ഥം, 1.5 വർഷത്തിലധികം മുമ്പാണ്. ചട്ടം 300 അനുസരിച്ച് പ്രത്യേകമായൊരു പ്രസ്താവന ഇക്കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ധനകാര്യ കമ്മീഷൻ്റെ വിഹിതത്തിൽ വന്ന കുറവ്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, റവന്യൂ കമ്മി ഗ്രാൻഡ് വെട്ടിക്കുറച്ചത്, ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി നിയമസഭ ഒരു പ്രമേയം അംഗീകരിച്ചു. അന്ന് ബഹിഷ്കരിച്ചവരാണ് ഇവർ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുക എന്താണ് ഇത്രയും കാലം നടന്നതെന്ന്? എങ്ങനെ അദ്ദേഹത്തിന് അറിയും? നിർണായക സന്ദർഭങ്ങളിലെല്ലാം സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയവരാണ്. അന്ന് ബഹളമുണ്ടാക്കി ബഹിഷ്കരിച്ചിറങ്ങിപ്പോവുകയാണ്.